ജൂൺ 27 ബങ്കിം ചന്ദ്ര ചാറ്റർജി ജന്മദിനം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ആവേശം നൽകിയ വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ കർത്താവും പ്രസിദ്ധ ബംഗാളി സാഹിത്യകാരനുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1838 ജൂൺ 27 കൊൽക്കത്തയിലെ കാന്താൽപാറ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. കൊൽക്കത്ത സർവകലാശാലയിൽ നിന്ന് ബിരുദവും നിയമബിരുദവും നേടിയ അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായും ഡെപ്യൂട്ടി കളക്ടറായും സേവനമനുഷ്ഠിച്ചിരുന്നു. ഒപ്പം പാശ്ചാത്യ ചിന്തകളെയും ഇന്ത്യൻ പാരമ്പര്യത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് ബംഗാളി സാഹിത്യത്തിന് ആധുനിക ശൈലി നൽകിയ സാഹിത്യകാരനുമായി. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്തിൽ അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളി ജനതയെയും പാരമ്പര്യത്തിൻ്റെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി അദ്ദേഹം ആരംഭിച്ച പത്രമായിരുന്നു ബംഗദർശൻ. ടാഗോറിനെ പോലെയുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് ബംഗദർശൻ വളരെ പെട്ടെന്ന് ജനപ്രീതി നേടിയെടുത്തു. നിരവധി നോവലുകളും കവിതകളും രചിച്ച അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ആനന്ദമഠം എന്ന നോവലാണ്. ഈ നോവലിനുള്ളിലെ ഒരു കവിതയായിട്ടാണ് വന്ദേമാതരം പുറത്തു വന്നത്. പിന്നീട് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന മുദ്രാവാക്യമായി മാറുകയും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി നാഷണൽ സോങ് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ദുർഗേശനന്ദിനി, കപാലകുണ്ടല, മൃണാളിനി തുടങ്ങിയവ മറ്റു പ്രധാന നോവലുകളാണ്. വന്ദേമാതരത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രബുദ്ധമാക്കി തീർത്ത ആ മഹാപ്രതിഭ 1894 ഏപ്രിൽ 8 അന്തരിച്ചു. ഹെലൻ കെല്ലർ ജന്മദിനം. അന്ധയും ബധിരയുമായിരുന്നിട്ടും കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച് ഔന്നത്യങ്ങളിൽ എത്തിയ അമേരിക്കൻ വനിത ഹെലൻ കെല്ലർ 1880 ജൂൺ 27 അമേരിക്കയിലെ അലബാമയിൽ ജനിച്ചു. 2ാം വയസ്സിൽ ബാധിച്ച മസ്തിഷ്ക ജ്വരബാധ ഹെലനെ അന്ധയും ബധിരയുമാക്കി മാറ്റി. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവർ 7ാം വയസ്സിൽ തൻ്റെ സഹായിയായി എത്തിയ ആനി സളിവൺ എന്ന അധ്യാപികയുടെ സഹായത്തോടെ ബ്രെയിലി ലിപി ഉപയോഗിച്ച് ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളും ഗണിതവും ശാസ്ത്രവും എല്ലാം പഠിച്ചു. 1936 ആനി സളിവൺ മരിക്കുന്നതുവരെ 49 വർഷം നീണ്ടുനിന്ന ആത്മബന്ധമായിരുന്നു അധ്യാപികയും ഹെലനുമായി ഉണ്ടായിരുന്നത്. കോളേജിൽ പഠിച്ച് ബിരുദം നേടിയ ഹെലൻ കെല്ലർ പിന്നീട് അധ്യാപികയായും സാമൂഹ്യ പ്രവർത്തകയായും മാറുകയും നിരവധി ജീവകാരുണ്യ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരിയായി മാറുകയും ചെയ്തു. 1946 വിദേശ രാജ്യങ്ങളിലെ അന്തർക്കുള്ള അമേരിക്കൻ ഫൗണ്ടേഷനിൽ ഉപദേശകയായി നിയമിക്കപ്പെട്ട ഹെലൻ കെല്ലർ അടുത്ത 10 വർഷത്തിനിടയിൽ 5 ഭൂഖണ്ഡങ്ങളിലെ 35 രാജ്യങ്ങൾ സന്ദർശിച്ചു. 1955 ഏഷ്യയ്ക്ക് കുറുകെ 40,000 മൈൽ ദൂരത്തിൽ ഹെലൻ കെല്ലർ നടത്തിയ പദയാത്ര ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പേരിൽ എഴുതിയ ആത്മകഥയും ഏറെ ശ്രദ്ധേയമായി. അത് നാടകമായും സിനിമയായും മാറുകയും നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. വിവിധ പുരസ്കാരങ്ങളും വിവിധ സർവകലാശാലകളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റ് നേടിയ ഹെലൻ കെല്ലർ 1968 ജൂൺ 1 അന്തരിച്ചു.